ഇറ്റാച്ചിയും കിസാമയും അക്കാട്സ്കിയിലെ ഒരു പെയറായത് വെറും ഒരു കോയിൻസിഡൻസ് അല്ല, അതിന് പിന്നിൽ സോളിഡ് റീസൺസ് ഉണ്ട്. ഇറ്റാച്ചിയുടെ ഉള്ളിൽ ഡബിൾ ഗെയിം പ്ലേ ചെയ്യാനുള്ള സാധ്യത എപ്പോഴും ഓർഗനൈസേഷൻ ലീഡറായിട്ടുള്ള ഓബിറ്റോ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഓബിറ്റോ അങ്ങനെ ഫെയിൽ സേഫായി നിരീക്ഷിക്കാൻ ലോയലും റൂട്ട് ഫോഴ്സുമുള്ള കിസാമെ സൈഡ് കിക്കായി കൊടുത്തു. മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റാച്ചി മാസ്റ്റർ ഗെൻജുറ്റ്സു, ഇന്റലിജൻസ്, സ്റ്റീൽത്ത്. പക്ഷെ അദ്ദേഹത്തിന് ചാക്ര റിസോഴ്സ് കുറവായിരുന്നു. അത് ബാലൻസ് ചെയ്യാൻ കിസാമെ ഉണ്ടായിരുന്നു. മാസീവ് ചാക്ര, സമഹത ഷോട്ട്സ്, പ്യോർ ഫിസിക്കൽ ഡൊമിനൻസ് എല്ലാം കമ്പൈൻ ചെയ്തു. കൂടാതെ ഇരുവരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ ബിട്രയൽ, ലോൺലിനെസ്, ഡ്യൂട്ടി വേഴ്സസ് ഗിൽറ്റി പോലുള്ള ട്രാജിക് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ സൈലന്റ് റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഫാൻ തിയറീസിലൊക്കെ പറയുന്നത് കിഷിമോട്ടോ തന്നെ സ്റ്റോറി പർപ്പസിന് വേണ്ടി ടേർ ചെയ്തു എന്നതാണ്. കാരണം ഇറ്റാച്ചിയുടെ കാം സ്ട്രാറ്റജി മൈൻഡും കിസാമിയുടെ റോ പവേഴ്സും ഒരുമിച്ച് ചേരുമ്പോൾ ദേ ആർ ദ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് അക്കാട്സ്കി ഡുവോസ്. അതുകൊണ്ട് തന്നെ അക്കാട്സ്കിലെ ഒരു പെർഫെക്റ്റ് ബാലൻസ്ഡ് ഡുവോ തന്നെയായിരുന്നു ഇറ്റാച്ചി കിസാമെ ഡുവോ. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനാര.